ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB NDPCയുടെ എക്സാം ഇപ്പൊ വന്നെത്തും. കാരണം ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യും നമുക്കറിയാം. അപ്പൊ അതിന് മുന്നേ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഗ്രാജുവേറ്റ് ആവട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആവട്ടെ രണ്ടിനുമുള്ള ഒരു 90 ഡേയ്സ് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നത്തെ പോലെയല്ല, ഒത്തിരി അധികം പേര് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ എക്സാം എഴുതുന്നുണ്ട്, ക്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും പേരുടെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് മാത്രമല്ല, വി നീഡ് എ സ്മാർട്ട് വർക്ക്. അപ്പൊ ആ ഒരു സ്മാർട്ട് വർക്ക് അനുസരിച്ചിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 90 ഡേയ്സ് പ്ലാനിങ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളെ ജോലിയിൽ എന്തായാലും എത്തിച്ചിരിക്കും. അപ്പൊ ഇതിനകത്ത് ഈ ഒരു വീഡിയോയുടെ അകത്ത് ഈ രണ്ട് എക്സാമിന്റെയും ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ സ്റ്റഡി പ്ലാനും ഉണ്ട്. വെയിറ്റേജ് അനുസരിച്ച് ടോപ്പിക്സിനെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ചിലർ ഈ രണ്ട് എക്സാംസ് എഴുതുന്നവരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു സംഭവം കൂടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ഇവര് 3 പേരുമാണുള്ളത്. CBT 1 എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സിനും റീസണിങ്ങിനും 30 ചോദ്യങ്ങൾ വരുന്നുണ്ട്, 30 മാർക്കിന് അല്ലെ. അതിനുശേഷം ജനറൽ അവയർനെസ്, ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക, 40 ചോദ്യങ്ങൾ 40 മാർക്ക് എന്ന രീതിയിൽ അല്ലെ. അതിനുശേഷം CBT 2 എടുക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിന് 35, റീസണിങ്ങിന് 35, ഇവിടെ വരുമ്പോ 50, അങ്ങനെ 120 ക്വസ്റ്റ്യൻസ് ഫോർ 120 മാർക്സ്. അങ്ങനെയാണ് നമ്മുടെ CBT 1ഉം CBT 2ഉം ഉള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം, അവിടെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു 100 മാർക്കല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 120 മാർക്കല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ജനറൽ അവയർനെസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ എക്സാംസിനൊക്കെ ആണെങ്കിൽ ഒത്തിരി അധികം ചോദ്യം വന്നത് കറണ്ട് അഫയർസ് എന്നാണ്. കറണ്ട് അഫയർസ് ഒരു 8 മന്ത്സ് ഒക്കെ നമ്മൾ നോക്കിയിരിക്കണം. മാത്രമല്ല ബാക്കിയുള്ള GK ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. മാത്സും റീസണിങ്ങും ട്രിക്സ് അറിഞ്ഞിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, സ്പീഡ് വേണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 90 ഡേയ്സ് പ്ലാൻ ആണിത്. ആദ്യം തന്നെ ഗ്രാജുവേറ്റ് എക്സാമിന്റെ നോക്കുകയാണെങ്കിൽ, അപ്പം ഈ ഗ്രാജുവേറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഒരു 6 hours എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. 6 to 7 hours നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. എനിക്കറിയാം എന്താണ്, ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നതിന്റെ കൂടെയാണ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. വീട്ടമ്മമാര് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നു. അപ്പൊ അവരൊക്കെ ഒരു 4 to 5 hours എങ്കിലും ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കാനായിട്ട് നോക്കുക. ഞാനിവിടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ, ഈ 90 ഡേ സ്റ്റഡി പ്ലാനിൽ 30-30-30 എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഐ വിൽ ഗിവ് യു എ വീക്ക്ലി പ്ലാൻ. ഈ ഒരു വീക്കിനകത്ത് നിങ്ങൾ ഇത്ര ടോപ്പിക്സ് ഒന്ന് പഠിച്ചു പോവുക. ആ വീക്കിനകത്തൊക്കെ നമുക്ക് പണ്ട് മുതലേ ഒരു സംഭവം ഇഷ്ടമല്ല, പഠിക്കുക എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇഷ്ടമല്ല, പഠിക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ അപ്പോൾ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ ഇവിടെ ഐ എം ഗിവിങ് യു ടോപ്പിക്സ്. ആ ടോപ്പിക്സ് ആ ഒരു വീക്കിനകത്ത് എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സ് ഞാൻ എപ്പോൾ പഠിക്കണം, ഞാൻ എപ്പോൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലെ. ഞാൻ പറഞ്ഞതുപോലെ 6 to 7 hours എങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മിനിമം പഠിച്ചിരിക്കണം. ആൻഡ് നമുക്കറിയാം ഈ ഒരു ടൈമെങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഈ ഒരു എക്സാം വേണം എന്ന വാശിയോടുകൂടി പഠിക്കുന്നവരാണെങ്കിൽ, അല്ലാത്തവർ വേണ്ട, ബാക്കിയുള്ളവർ നോക്കുക. അപ്പൊ ഇവിടെ അത്രയും വാശിയോടെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം, ഈ ഒരു ടൈം അവേഴ്സ് ഇതിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്തിരിക്കണം. അപ്പൊ ആദ്യം തന്നെ ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ബേസ് ആണ്. ബേസ്മെന്റ് സ്ട്രോങ് ആണെങ്കിൽ, എന്റെ അടിത്തറ സ്ട്രോങ് ആണെങ്കിൽ, എന്റെ വീടെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് അത്രയ്ക്കും സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ റിസൾട്ടും അത്രയും സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഓരോ വീക്കായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ എല്ലാ സബ്ജക്റ്റും നോക്കിയിരിക്കണം. മാത്സ്, റീസണിങ്, GA ആൻഡ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ടെസ്റ്റോ ഒരു റിവിഷനോ നമ്മൾ ചെയ്തിരിക്കണം. മാത്സിൽ തുടങ്ങാണ്. മാത്സ് നിങ്ങൾ ഒരു ദിവസം ഒരു 2 മണിക്കൂർ നോക്കുക. അതേസമയത്ത് റീസണിങ് ഒരു 1.5 മണിക്കൂർ നോക്കുക. ജനറൽ അവയർനെസ് ഒരു 2 മണിക്കൂറും ആൻഡ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുന്നത് 1 മണിക്കൂർ ചെയ്യുക. ഇവിടെ വീക്കിലി ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്ന കാര്യം റിവിഷൻ ചെയ്യണം. കാര്യം റിവിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഒരു ഇറർ കറക്ഷൻ നോട്ട് അല്ലെങ്കിൽ ഇറർ കറക്ഷന്റെ ഒരു സംഭവം കൂടെ വെച്ചേക്കണം. എവിടെയൊക്കെ നമ്മൾ തെറ്റ് വരുത്തി അവിടെയൊക്കെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണം, നമുക്കറിയാം അല്ലെ. അപ്പൊ ആദ്യത്തെ വീക്ക് 1 എടുക്കുകയാണെങ്കിൽ മാത്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജ്,
റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജ് നമ്മൾ നോക്കുന്നു. റീസണിങ് ആണെങ്കിൽ അനലോജി, സീരീസ്, കൗണ്ടിങ് അല്ലെ. അതിനുശേഷം ജനറൽ അവയർനെസ്സിൽ വരുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ്. ഞാൻ പറയും 8 months. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി അധികം ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്നാണ്. റീസെന്റ് ആയിട്ടുള്ള ഈവെന്റ്സിൽ നിന്ന് വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നോക്കുക. ആ വീക്കിൽ തന്നെ പൊളിറ്റിയുടെ ബേസിക്സും കൂടെ നോക്കുക. ആൻഡ് ആ ഒരു വീക്കിലെ ടെസ്റ്റ് എന്ന് പറയുന്നത് 2 സെഷണൽ ടെസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. രണ്ടാമത്തെ വീക്കിലോട്ട് എത്തുമ്പോൾ മാത്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, റീസണിങ്ങിലാണെങ്കിൽ ഡിറക്ഷനും ബ്ലഡ് റിലേഷനും വരുന്നുണ്ട്. ജനറൽ അവയർനെസ്സിലാണെങ്കിൽ ഹിസ്റ്ററി നോക്കുന്നുണ്ട്, ഏൻഷ്യൻ ടു മിഡീവൽ എന്ന് പറയുന്ന ആ ഒരു ഇത്. ആൻഡ് ആ ഒരു വീക്ക് നമ്മൾ ഒരു കുഞ്ഞ് മിനി മോക്ക് ടെസ്റ്റ് നടത്താനായിട്ട് പോവാണ്. ആൻഡ് വീക്ക് 3 വരാണെങ്കിൽ മാത്സിലെ ടൈം ആൻഡ് വർക്കും പൈപ്സും വരുന്നുണ്ട്. അതിനുശേഷം റീസണിങ് ആണെങ്കിൽ സിലോജിസവും വെൻ ഡയഗ്രാമും നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ആൻഡ് ജിഎയിലാണെങ്കിലോ ജിയോഗ്രഫിയും ഫിസിക്സും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറർ കറക്ഷൻ നമ്മൾ നോക്കിയിരിക്കണം. ഒരു ഇറർ ലോ ക്രിയേഷൻ നിങ്ങൾ വെച്ചേക്കണം. അത് ആദ്യം തൊട്ടേ വീക്ക് 3 മുതലല്ല, ആദ്യം മുതലേ നിങ്ങൾ പ്ലേസ് ചെയ്യുക. ഇന്ന സ്ഥലത്ത് ഞാൻ തെറ്റ് വരുത്തി, അവിടെയൊക്കെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി വീക്ക് 4 ആണെങ്കിൽ അവിടെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ട്രെയിൻ നമ്മൾ നോക്കുകയാണ്. റീസണിങ് ആണെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കുന്നു. ആൻഡ് ജിഎയിലാണെങ്കിൽ എക്കണോമിക്സ്, കെമിസ്ട്രി. ആൻഡ് ആ ഒരു വീക്കിൽ നമ്മൾ ഒരു ഫുൾ CBT1 മോക്ക് നടത്താനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ ഫേസിലെ എന്റെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു 30 days ഞാൻ ഇത്രയും ടോപ്പിക്സ്, ഇത്രയും മണിക്കൂറുകൾ എടുത്ത് ഞാൻ പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ ആ ഒരു വാശിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല ഇവിടെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിലേക്കുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇവിടെ 0 കൺഫ്യൂഷൻ ആണ്, എല്ലാ കാര്യവും നമുക്ക് അറിയാം. ഇനി ഫേസ് 2 വരുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവാനായിട്ട് പോവാണ്. അപ്പൊ CBT2 ആ ഒരു തയ്യാറെടുപ്പിലേക്കുള്ള ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം അതേ വർക്കിംഗ് അവർ തന്നെയാണ് ഇവിടെയും വരുന്നത്. വീക്ക് 5 മാത്സ് നോക്കുമ്പോൾ മെൻസുറേഷൻ, 2D, ഓൾജിബ്ര. റീസണിങ് ആണെങ്കിലോ ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കുകയാണ്. ജനറൽ അവയർനെസ്സിലാണെങ്കിലോ പൊളിറ്റിയും കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കുകയാണ്. പൊളിറ്റിയിൽ ഏതൊക്കെ നോക്കണം എന്നതാ ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിലോ 2 ഫുൾ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ പോവാ. 2 ഫുൾ മോക്ക് ടെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെയൊക്കെ പഠിച്ചിട്ടില്ല, എവിടെയൊക്കെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാവും. ആൻഡ് വീക്ക് 6 ആണെങ്കിലോ മെൻസുറേഷൻ, 3Dയും മിക്സ്ചറും പഠിക്കുകയാണ് മാത്സിലെ. ഇവിടെയാണെങ്കിൽ പസിൽസ് പഠിക്കുകയാണ്. ആൻഡ് ഇവിടെ ബയോളജി പ്ലസ് സ്റ്റാറ്റിക് GK നോക്കണം. സ്റ്റാറ്റിക് GK കറണ്ട് അഫയേഴ്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇവിടെ ആണെങ്കിലോ CBT2 സെക്ഷണൽ ഡ്രിൽസ് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവാണ്. വീക്ക് 7 വരുമ്പോൾ വി ആർ ഗോയിങ് വിത്ത് നമ്പർ സിസ്റ്റം ആൻഡ് സെർച്ച്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ ഇൻ റീസണിങ്, എക്കണോമി പ്ലസ് സയൻസ് റിവിഷൻ നമ്മൾ ചെയ്യാനായിട്ട് പോകണം. ആൻഡ് 3 മോക്ക് ടെസ്റ്റുകൾ ചെയ്യാണ്. നമ്മൾ ഇവിടെ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ നോക്കി പോകുന്നത്. വീക്ക് 8 ആവുന്ന സമയത്ത് നമ്മൾ എന്താ മാത്സിന്റെ ഒരു മിക്സ്ഡ് പ്രാക്ടീസ്, ഇതുവരെ പഠിച്ച ടോപ്പിക്സിൽ നിന്നുള്ള ഒരു മിക്സ്ഡ് പ്രാക്ടീസ് സെഷൻ പോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. അതുപോലെ തന്നെ റീസണിങ്ങിലും ആൻഡ് ഫുൾ ഒരു സ്റ്റാറ്റിക് GK നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം ആ ഒരു വീക്കില്. ആൻഡ് ഇവിടെ നമ്മൾ എന്താണ്, നമ്മൾ എവിടെയൊക്കെ തെറ്റ് വരുത്തി, നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്തു, ഒരു 3 മോക്ക് ടെസ്റ്റ്, 2 ഫുൾ ലെങ്ത് ടെസ്റ്റ് ആൻഡ് CBT2 ഡ്രിൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം എന്താണ് എവിടെയൊക്കെ ഞാൻ തെറ്റ് വരുത്തിയെന്ന് നമുക്കറിയാം. അതിന്റെയൊക്കെ എന്താണ് ഓരോ റിവിഷൻ ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അതിനുശേഷം വീക്ക് 3 വരികയാണെങ്കിൽ ഇവിടെ എന്താണ് അവസാനത്തെ 30 days. ഓക്കെ, അവിടെ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാൻസ്. എന്തിനു വേണ്ടിയിട്ട്? ബാക്കിയുള്ള ഇററുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്ക് 9 to 10 നോക്കുമ്പോൾ ഇവിടെ വീക്ക് ഏരിയ നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് എന്റെ വീക്ക് ഏരിയാസ്, അവിടെയൊക്കെ നമ്മൾ എന്താണ് അതൊക്കെ വീണ്ടും പഠിച്ചു പോവാനും ജനറൽ അവയർനെസിന്റെ ഒരു റിവിഷനും മാത്രമല്ല ആ വീക്കില് 3 ഫുൾ മോക്സ് നമ്മൾ ചെയ്യാൻ പോകണം. ഓരോ വീക്കിലി നമ്മൾ 3 ഫുൾ മോക്സ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇവിടെ വീക്ക് 11 to 12 എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് പ്ലസ് ആക്യുറസി.
സ്പീഡ് പ്ലസ് ആക്യുറസി, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് വരുന്നത്, നമുക്കറിയാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഈ ക്വസ്റ്റ്യന്റെ മറ്റൊരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതാണ് ഇതിന്റെ ആൻസർ. നമ്മൾ അവിടെ ട്രിക്സ് യൂസ് ചെയ്യും, അവിടെ നമ്മുടെ സ്പീഡും ആക്യുറസിയും കൂടുന്നു. മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഇവിടെ തന്നെ 4 മോക്ക് ടെസ്റ്റ് 4 മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്പീഡും ആക്യുറസിയും കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനൽ വീക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ റിവിഷനും ഒരു ഇറർ ലോഗ്, ഇനി എവിടെയൊക്കെ തെറ്റുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഈ ഒരു ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ മാക്സിമം ഇറേഴ്സ് ഒക്കെ മാറാനായിട്ട് തുടങ്ങും. കാര്യം നമ്മൾ എന്താ വീക്ക്ലി ഇറേഴ്സ് നോക്കി പോകുന്നുണ്ട് അല്ലെ. അപ്പൊ മാക്സിമം ഇറേഴ്സ് ഇവിടെ മാറാനായിട്ട് തുടങ്ങും. ആൻഡ് ഇവിടെ എന്താണ് ഒരു ഹൈ ക്വാളിറ്റി എക്സാമിന് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെ നമ്മൾ ഇരുന്ന് എഴുതുന്നു, അതുപോലുള്ള ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകണം. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു 90 days സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം ഇറേഴ്സ് ഒക്കെ കണ്ടുപിടുത്തി മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഇതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു രീതിയിൽ നമ്മളങ്ങ് പോകണം. അപ്പൊ ഇതിനകത്ത് എവിടെയൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കണം, എവിടെയൊക്കെയാണ് കൂടുതൽ മാർക്ക് ഉള്ളത് എന്ന് അറിയാനായിട്ട് ഇവിടെ നോക്കിക്കോ. ആദ്യം തന്നെ ജനറൽ അവയർനെസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു CBT 1 എന്താണ് 40 മാർക്സാ വരിക, CBT 2 50 വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കറണ്ട് അഫയേഴ്സ് ഒരു 8 to 10 മാസത്തിന്റെ ഒരു കറണ്ട് അഫയേഴ്സ് ബാക്കിൽ നിന്ന് പഠിച്ചു പോവുക, അങ്ങനെ ഞാൻ പറയുള്ളൂ. ആൻഡ് ഇവിടെ എന്താണ്, ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, 15 to 18 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. ആൻഡ് അതിനുശേഷം രണ്ടാമത് പൊളിറ്റി നമ്മൾ നോക്കണം. ആർട്ടിക്കിൾസ്, ബോഡീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 3 ഭാഗത്തിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കണം. ഇപ്പൊ പൊളിറ്റിയില് ആർട്ടിക്കിൾസ്, ബോഡീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ നോക്കിയിരിക്കണം. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിലോ സ്റ്റാറ്റിക് പ്ലസ് CA ലിങ്കേജ് ഇവിടെ പൊളിറ്റിയിൽ വരുന്നുണ്ട്. അടുത്ത നോക്കിയോ മോഡേൺ ഹിസ്റ്ററി ആണ്. ഇവിടെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ആൻഡ് ജിയോഗ്രഫി ആണെങ്കിലോ ഇവിടെയും എന്താണ് മാപ്പ് നമ്മൾ നോക്കുക, കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോവുക. എക്കണോമി ആണെങ്കിൽ ഇതാ ബേസിക്സ്, ബഡ്ജറ്റ്, RBI, ബഡ്ജറ്റും RBIയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എന്താണ് ഭയങ്കര കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളും കൺസെപ്ഷ്യൽ ആയിട്ടുള്ള, ഇപ്പൊ നമുക്കറിയാം പുതിയ ബഡ്ജറ്റ് വന്നു, അപ്പൊ ബഡ്ജറ്റ് ഒക്കെ നമ്മൾ നോക്കിയിരിക്കണം. അത് കറണ്ട് അഫയേഴ്സ് ആവട്ടെ എക്കണോമി ആവട്ടെ, അതിന് രണ്ടിന്നും നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പിന്നെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. ഡയറക്റ്റ് എവിടെ നിന്നാണ് NCERT ലെവൽ, NCERT ടെക്സ്റ്റ് നമ്മൾ പഠിച്ചാൽ മതി. ആൻഡ് സ്റ്റാറ്റിക് GK, ഇവിടെ അവാർഡ്സ്, സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ നമ്മൾ നോക്കി പോവാം. ഇവിടെ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഈസി സ്കോറിംഗ് ആണ്, നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റെയിൽവേ GK ആൻഡ് കമ്പ്യൂട്ടർ, ഇതൊക്കെ എന്താണ് നമുക്കൊരു സേഫ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ആ ഒരു ഭാഗമാണ് അതെന്ന് പറയുന്നത്. ആൻഡ് ഇനി അടുത്ത ഇതിലോട്ട് പോവാണെങ്കിൽ മാത്തമാറ്റിക്സ്, ആദ്യം തന്നെ പെർസെൻറ്റേജ് നോക്കുക, അതുപോലെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇവരെയൊക്കെ ആ ഒരു സംഭവം തന്നെ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക ക്ലിയർ ചെയ്ത് പോവുക. അതിനുശേഷം ആവറേജ്, ടൈം ആൻഡ് വർക്ക്, ഞാൻ എങ്ങനെയാണോ ഈ ഒരു മാത്സിന് വേണ്ടിയിട്ടുള്ള ഇത് എടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ള ആൾക്കാരെയും പഠിച്ചു പോകാവുന്നതാണ്. ആൻഡ് റീസണിങ്ങിലാണെങ്കിൽ അതേപോലെ തന്നെ സീരീസ്, അനലോജി ആൻഡ് ക്ലാസിഫിക്കേഷൻ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, അങ്ങനെ പോവാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നത്. ഞാൻ അതുപോലെ തന്നെയാണ് എന്താ സ്റ്റഡി പ്ലാനിലും എടുത്തേക്കുന്നത്. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ പോയി എവിടെ ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കണം അവിടെ നിങ്ങൾ കൊടുത്തിരിക്കണം. എവിടെ നിങ്ങൾ കുറവ് ഫോക്കസ് കൊടുത്താൽ മതി, അതൊക്കെ എന്താണ് സ്കിമ്മി, അല്ലെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അടുത്ത അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എഴുതുന്നവർക്ക് ഇതുപോലെ തന്നെ ഞാൻ എന്താണ് ഒരു 90 days സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30-30-30 എന്ന് പറയുന്ന ആ ഒരു വീക്കിലി സ്റ്റഡി പ്ലാൻ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ആദ്യത്തെ ഫേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അരിത്തമെറ്റിക്സ്, മാത്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാന്നുള്ള ഒരു സംഭവം എന്ന് നോക്കിയിരിക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് കൊണ്ടുപോകാൻ പോവാണ്, ജനറൽ അവയർനെസ്സും കൊണ്ടുപോകാൻ പോവാണ്. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു 6 മണിക്കൂർ തന്നെ ഞാൻ പറയും, 6 to 6.5 മണിക്കൂർ നമ്മളൊന്ന് പഠിച്ചു പോവുക. ഇവിടെ ഞാൻ ജസ്റ്റ് ടൈം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്സിന് കുറച്ചധികം ഫോക്കസ് കൊടുക്കുക. അതായത് ഒരു 2.5 മണിക്കൂർ നിങ്ങളൊന്ന് മാത്സ് പഠിക്കുക. ആൻഡ് റീസണിങ്ങിൽ 1.5 മണിക്കൂർ പഠിക്കുക. ജനറൽ അവയർനെസ് ഒരു 2 മണിക്കൂർ പഠിക്കുക. ഇവിടെ എന്താണ് ഒരു 45 മിനിറ്റ് എന്ത് ചെയ്യുക പ്രാക്ടീസും റിവിഷനുമായിട്ട് പോവുക. അങ്ങനെ ഒന്ന് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ആൻഡ് ആദ്യം തന്നെ മാത്സിന്റെ വീക്ക് 1 നോക്കുകയാണെങ്കിൽ സിംപ്ലിഫിക്കേഷനും ഫ്രാക്ഷനും ആൻഡ് സീരീസും അനലോജീസും റീസണിങ്ങിൽ വരുന്നുണ്ട്. കറണ്ട് അഫയർസും പൊളിറ്റിയും വരുന്നുണ്ട്. ജനറൽ അവയർനെസ്സിന് ഞാൻ നേരത്തെ ഗ്രാജുവേറ്റിന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെയും പറയാം, മാക്സിമം ബാക്കിൽ നിന്ന് പഠിച്ചു പോകാൻ നോക്കുക. ആൻഡ് ഇവിടെയും നമ്മൾ 2
സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വീക്ക് 2 ആവുമ്പോഴോ മാത്സിൽ പെർസെന്റേജും റേഷ്യോയും ഡിറക്ഷനും ആ ഒരു ബ്ലഡ് റിലേഷനും നോക്കുന്നുണ്ട്. ഹിസ്റ്ററിയുടെ ബേസിക്സ് നമ്മൾ നോക്കുന്നുണ്ട്. ഒരു മിനി മോക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് വീക്ക് 3 എടുക്കുകയാണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസും പിന്നെന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് നോക്കുകയാണ്. ഇവിടെയാണെങ്കിലോ സിലോജിസവും വെൻ ഡയഗ്രാമും ജോഗ്രഫിയും ഫിസിക്സും ജനറൽ അവയർനെസ്സിന് ഇവിടെ ഇറർ ലോഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാജുവേറ്റിൻ്റെതാണ്, പക്ഷെ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. വീക്ക് 4 ആണെങ്കിലോ ടൈം ആൻഡ് വർക്കും പിന്നെന്താണ് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണ്. റീസണിങ് ആണെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കുകയാണ്. അതിനുശേഷം ജനറൽ അവയർനെസ് എക്കണോമി പ്ലസ് കെമിസ്ട്രി നമ്മൾ നോക്കുക. ഇവിടെ എന്താ നമ്മൾ ആ ഒരു മന്തിന്റെ നമ്മളൊരു ഫുൾ CBT1 മോക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. ആൻഡ് രണ്ടാമത്തെ നോക്കുമ്പോൾ നമുക്കൊരു സേഫ് സ്കോർ ബിൽഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു സ്മാർട്ട് പ്ലാൻ ആണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. വീക്ക് 5 എന്ന് പറയുമ്പോൾ മാത്സിൽ പൈപ്സ് മിക്സ്ചർ ആൻഡ് മെൻസുറേഷൻ 2D നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. റീസണിങ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അത് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ആണെങ്കിലോ ബയോളജിയും എന്താണ് സ്റ്റാറ്റിക് GKയും 2 മൂക്ക് വെച്ച് നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരുടെ മെൻസുറേഷൻ 2Dയുടെയും എന്താണ് DIയുടെയും ബേസിക്സ് നമ്മൾ ചെയ്യാനായിട്ട് പോവാ. ആൻഡ് പസിൽസ്, ഈസി ടു മോഡറേറ്റ് പസിൽസ് നമ്മൾ റീസണിങ്ങിൽ ചെയ്യും. ആൻഡ് ജനറൽ അവയർനെസ്സിലാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്താ മന്ത്ലി റിവിഷൻ നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് 2 മൂക്ക് ആ ഒരു വീക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോവാം. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ അരിത്തമാറ്റിക് റിവിഷൻ വീക്ക് 7 ആവുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മിക്സഡ് റീസണിങ്ങിന്റെ റിവിഷൻ ചെയ്യുന്നുണ്ട്. ജനറൽ അവയർനെസ്സിലാണെങ്കിൽ പൊളിറ്റിയും എക്കണോമിയും നമ്മൾ ചെയ്യുന്നുണ്ട്. 3 മൂക്കാണ് ആ ഒരു വീക്ക് നമ്മൾ കൊടുക്കുക. ആൻഡ് 8ാമത്തെ വീക്കിലാണെങ്കിൽ ഒരു സ്പീഡ് ഡ്രിൽസ്, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു സ്പീഡ് ഡ്രിൽസ് കൊടുക്കുന്നുണ്ട്. ആക്യുറസി ടെസ്റ്റ് അല്ലെ, നമുക്ക് എന്താണ് ട്രിക്സ് യൂസ് ചെയ്ത് ചെയ്യാനുള്ള, മാത്സിലാവട്ടെ റീസണിങ്ങിലാവട്ടെ മാക്സിമം ട്രിക്സ് യൂസ് ചെയ്ത് ചെയ്യാനുള്ള രീതിയിലുള്ള ആക്യുറസി ടെസ്റ്റും. ആൻഡ് ഇവിടെ ആണെങ്കിലോ സ്റ്റാറ്റിക് GKയുടെ റിവിഷനും ചെയ്യുന്നുണ്ട്. ഒരു റിവിഷൻ വീക്കായിട്ടാണ് വീക്ക് 8 അവസാനിക്കാൻ പോകുന്നത്. ഇനി 3ാമത്തെ ഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫൈനൽ റാങ്ക് പുഷ്. അപ്പൊ മാക്സിമം നമ്മൾ നോക്കുകയാണെങ്കിൽ CBT1 തന്നെ ഒരു 75+ അല്ലെങ്കിൽ CBT2 എന്താണ് ഒരു 80+ മാർക്ക് കിട്ടുന്ന രീതിയിലാണ് എന്താ രണ്ടിന്റെയും ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ ഈ വീക്ക് 9 and 10 എന്താണ് നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ ഇറർ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അങ്ങനെ എന്താണ് 3 മോക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോവാ. അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് സ്പീഡ് ആൻഡ് ആക്യുറസി, എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യോ അത്രത്തോളം സ്പീഡും കൂടും, നമ്മുടെ ആക്യുറസിയും കൂടും. അവിടെ നമ്മൾ 4 മൂക്കാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇവിടെ എന്താ ഫോർമുല പ്ലസ് ജനറൽ അവയർനെസിന്റെ റീസണിങ് ഫൈനൽ വീക്കിൽ നമ്മൾ കൊടുക്കുന്നു. 5 മൂക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്തോറും നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും മാർക്കും കൂടുന്നതായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ആ ഒരു വെയിറ്റേജ് അനുസരിച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ്സിന് ഞാൻ ആദ്യം എടുത്ത പോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, പിന്നെ സ്റ്റാറ്റിക്കിൽ ഇതാ ഈ സംഭവങ്ങൾ പഠിക്കാൻ പോവാ. ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, പൊളിറ്റി, എക്കണോമി, കമ്പ്യൂട്ടർ. അപ്പൊ ഇവിടെ നമ്മൾ എവിടെയാണ് ഓരോരുത്തും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, മെമ്മറി ബേസ്ഡ് എവിടെയാണ്, റിപ്പീറ്റഡ് ഫാക്ട്സ് എവിടെയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് എവിടെയാണ്, നമുക്ക് ഈസി ആയിട്ട് എന്താണ് ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ആളാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം ഞാൻ ആദ്യമേ പറഞ്ഞു കടല് പോലെ കിടക്കുകയാണല്ലേ. അപ്പൊ ഈ കടലിനെ എങ്ങനെ എന്താണ് ഒരു ബക്കറ്റിലാക്കി നമുക്ക് പഠിക്കാം എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ഇവിടെ മാത്തമാറ്റിക്സിലാണെങ്കിൽ ഓരോ ടോപ്പിക്സും ഞാൻ എങ്ങനെയാണോ സ്റ്റഡി പ്ലാനിൽ എടുത്തത് അങ്ങനെ ഓരോ ടോപ്പിക്സും അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും വരുന്നുണ്ട്, പെർസെന്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അങ്ങനെ 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 നമ്മുടെ ബേസ് തൊട്ടേ പോവാണ് അല്ലെ. ആൻഡ് റീസണിങ് എടുക്കുകയാണെങ്കിൽ അനലോജി, ക്ലാസിഫിക്കേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്, ഡിറക്ഷൻ, ബ്ലഡ് റിലേഷൻ, അങ്ങനെയൊക്കെ എന്താണ് ഓരോ വെയിറ്റേജ് അനുസരിച്ച് ഇവരെ അങ്ങ് നോക്കി പോവാം. ഓക്കെ അല്ലേ. ആൻഡ് അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഈ 2 എക്സാം എഴുതുന്നവർക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവം വേണം അല്ലെ. അപ്പൊ അതിനു മുന്നേ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ സൂപ്പർ നോട്ട്സിൽ RRB NTPCക്ക് വേണ്ടിയിട്ട് തേജസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ലൈവ് PYQ ഡിസ്കഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, 300+ hours ക്ലാസ്സും പ്ലസ് ലൈവ് സെഷൻസും വരുന്നുണ്ട്, മൈക്രോ നോട്ട്സ് വരുന്നുണ്ട്, അങ്ങനെ എല്ലാം ഈ ഒരു ബാച്ചിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വിളിക്കാം 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാൻ മാത്രമല്ല മെസ്സേജ് അയക്കുകയും ചെയ്യാം. ആൻഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം.
ഇനി ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് എഴുതുന്നവർക്കായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ്, മാത്സ്, റീസണിങ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗ്രാജുവേറ്റുകാർ ഫോക്കസ് ചെയ്യേണ്ട എവിടെയാണെന്ന് ചോദിച്ചാൽ ജനറൽ അവയർനെസ്സിൽ ഓരോ കോൺസെപ്റ്റുകൾ ജിയോഗ്രഫി, സയൻസ് NCERT മാത്രം നോക്കിയാൽ മതി. പിന്നെ വരുമ്പോൾ എന്താണ് കറണ്ട് അഫെയർസ് ഭയങ്കര നന്നായിട്ട് നോക്കിയിരിക്കണം. മാത്സിലാണെങ്കിലോ ഇവിടെ എന്താണ് മോഡറേറ്റ് ഡിഫിക്കൽട്ടി ഉള്ള സാധനങ്ങളൊക്കെ മാക്സിമം നോക്കുക. അതിനുശേഷം ഇവിടെ റീസണിങ്ങിലാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ലോജിക്ക് നമ്മൾ നോക്കിയിരിക്കണം. ആൻഡ് ഇവിടെ എന്താണ് റാങ്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് കൺസിസ്റ്റൻസി പ്ലസ് ജനറൽ അവയർനെസ്. നമുക്കറിയാം CBT 1 40യും CBT 2 എന്താണ് 50യും ആണ് സ്കോർ വരിക അല്ലെ ആരുടെ ജനറൽ അവയർനെസിന്റെ. അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, പ്രത്യേകിച്ച് കറണ്ട് അഫെയർസ്, സ്റ്റാറ്റിക് പോലുള്ള ആൾക്കാർക്ക്. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഇവിടെ കറണ്ട് അഫെയർസും പ്ലസ് മെമ്മറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ജനറൽ അവയർനെസ്സിനകത്ത്. ഇവിടെയാണെങ്കിലോ മാത്തമാറ്റിക്സ് മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. ഇവിടെയാണെങ്കിൽ ഡയറക്റ്റ് പാറ്റേൺസ് എന്നുള്ള രീതിയിൽ റീസണിങ് നോക്കി പോവാ. ആൻഡ് ഇവിടെ സ്പീഡ് ആൻഡ് ആക്യുറസി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാക്സിമം മൂക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പീഡും ആക്യുറസിയും വരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഈ 2 എക്സാം എഴുതുന്നവർ എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ആൻഡ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം പഠിച്ചു പോവുക. കാര്യം കോമ്പീറ്റ് ചെയ്യുന്നത് അതുപോലെ ഉള്ളവരോടാണ്. അപ്പോൾ ഒരു ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്കും വേണം. ആ ഒരു സ്മാർട്ട് വർക്കോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു തേജസ് ബാച്ചിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺഡ്.